വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു സഞ്ചാരപാത ഇല്ലെന്നുള്ളത്. ആകെയുണ്ടായിരുന്ന ഒരു പാലവും തകർന്നതോടെ താൽക്കാലിക പാലം നിർമ്മിക്കാൻ സൈന്യം തീരുമാനിച്ചു. ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആവിഷ്കരിച്ച ബെയ്ലി പാലം നിർമ്മിക്കാൻ തീരുമാനമായത്. ഇതുപോലുള്ള ദുരന്തങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ത്യൻ ആർമി ബെയ്ലി പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ സംഭവങ്ങൾ നിരവധിയാണ്. ഉരുക്കും തടിയും ഉപയോഗിച്ച് മുൻകൂട്ടി നിർമ്മിച്ചു വെച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള പാർട്സുകൾ കൂട്ടിയോജിപ്പിച്ചാണ് ഈ പാലം നിർമ്മിക്കുന്നത്. എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തുമാറ്റാവുന്ന തരത്തിലുള്ളതുമായ താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് ഈ ആശയം ആവിഷ്കരിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടെ ആശയമായിരുന്നു ഇത്. അതിനാലാണ് ബെയ്ലി പാലം എന്ന പേര് വന്നത്. താരതമ്യേന ഭാരക്കുറവുള്ളതിനാൽ നിർമ്മാണ സ്ഥലത്ത് ഈ പാർട്സുകൾ ട്രക്കുകളിൽ എത്തിക്കാൻ എളുപ്പമാണ്. ദുരന്തമുഖങ്ങളിലെ അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത്. ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം. ഏകദേശം 40 ടണ്ണും 70 ടണ്ണും ഭാരം താങ്ങാൻ ശേഷിയുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ്. പത്തനംതിട്ട റാന്നിയിലെ പമ്പ നദിക്ക് കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള പാലം തകർന്നപ്പോഴാണ് പകരം 1996 നവംബർ 8 സൈനികർ താൽക്കാലികമായി ബെയ്ലി പാലം നിർമ്മിച്ചത്. വയനാട് മുണ്ടക്കയിൽ 190 അടി നീളത്തിലാണ് ഇപ്പോൾ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതാണിത്. നീളം കൂടുതലായതിനാൽ മധ്യത്തിൽ തൂണ് സ്ഥാപിച്ചാണ് ഉറപ്പിച്ചിരിക്കുന്നത്. വിമാനമാർഗം ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലെത്തിച്ച ട്രക്കുകളിലാണ് ബെയ്ലി പാലത്തിനായുള്ള സാമഗ്രികൾ കൊണ്ടുവന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ പാലം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചുവെന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്നതും ആശ്വാസകരമാണ്.